ഇരട്ട കുട്ടികളുടെ പിറന്നാളിന് പോയാലോ? ഒരു ഫ്ലോക്ക് ഇരട്ട കുട്ടികളെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇരട്ട കുട്ടികൾ അമ്മയും അമ്മാവനാണ്. നേരത്തെ പിക്കാൻ ഇറങ്ങാത്തതിൻ്റെ ഒരു ചെറിയ പരിഭവം അമ്മയുടെ മുഖത്ത് ഉണ്ട് കേട്ടോ. അത് പിന്നെ അങ്ങനെയാ. അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എത്ര നമ്മൾ നേരത്തെ ഇറങ്ങിയാലും തൃപ്തിയാവില്ല. ആ ഫീലിങ്സ് ഞാൻ പറയാതെ തന്നെ കല്യാണം കഴിഞ്ഞ് വരുന്ന എല്ലാവർക്കും മനസ്സിലാവും അല്ലേ? മാവൻ്റെ അവിടെയാണ് ആഘോഷം. വയസ്സത്രയൊക്കെ ആണെങ്കിൽ കൂടിയും ഇവരെ ഇരട്ട കുട്ടികൾ എന്ന് തന്നെ വിളിക്കാട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ശരിക്കും കുട്ടികളെ പോലെ തന്നെ ഇപ്പോഴും ഇപ്പൊ തന്നെ കേക്ക് കുത്തിക്കേറ്റുണ്ട് അമ്മയുടെ വായിൽ അമ്മാവൻ. അതുപോലെ എപ്പോഴും എപ്പോഴും അവർ തല്ലായിട്ടും ബഹളായിട്ടും കളിയായിട്ടും കളിയാക്കലായിട്ടും ഒക്കെയാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ നല്ല രസമാണ് നമുക്ക് നോക്കിയിരിക്കാൻ. സിബ്ലിങ്സ് 6 പേരാണ്. അതിലൊരാൾ നേരത്തെ ഇവരെ വിട്ടുപോയി. ബാക്കി 4 പേരും അടുത്തടുത്താണ്. അമ്മ മാത്രമേ അകലെയുള്ളൂ കേട്ടോ. അകലെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് അകലെയൊന്നും അല്ല കേട്ടോ. 1 മണിക്കൂർ യാത്ര അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മ എത്തുമ്പോൾ എല്ലാവരും കൂടിയിട്ട് അമ്മാവൻ്റെ അവിടെയോ വല്യമ്മയുടെ അവിടെയോ ഏത് വീട്ടിലാണ് അമ്മ എത്തണേന്ന് വെച്ചാൽ അവിടെ എത്തുന്നതായിരിക്കും. ഇവരുടെ ഈ സ്നേഹം കണ്ടു വളർന്നുകൊണ്ടാവാം ഞങ്ങൾ 12 കസിൻസും നല്ല രീതിയിൽ തന്നെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പക്ഷെ എന്താ ചെയ്യുക, 1-2 പേരൊഴികെ ബാക്കി എല്ലാവരും എബ്രോഡും ഔട്ട്സൈഡ് ഇന്ത്യയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോൾ എല്ലാവരും അങ്ങടും നല്ലതുപോലെ മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ. വെറുതെയെങ്കിലും ആലോചിക്കാറുണ്ട് ആ 12 കസിൻസും അവരുടെ കുട്ടികളും ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ. ശരിക്കും ഒരു കല്യാണ വീടായാണ്. അത് പറഞ്ഞപ്പോഴാണ് കല്യാണത്തിനൊക്കെ എല്ലാവരും എത്തിയില്ലാച്ചാലും ഒരുവിധം എല്ലാവരും എത്തി. അത്യാവശ്യം ഗെറ്റ് ടുഗദറൊക്കെ ഞങ്ങൾ നടത്താറുണ്ട് കേട്ടോ. പ്ലാനിങ് അതിനൊരു കോട്ടോ ഇല്ലാണ്ട് തകൃതിയായിട്ട് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എപ്പോഴെങ്കിലും എല്ലാവർക്കും കൂടി കൂടാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കത്തിയൊക്കെ വെച്ച് എന്താ പറയുക സൊറ പറഞ്ഞിരുന്ന് ഇങ്ങടൊക്കെ വച്ചും കളിയാക്കിയൊക്കെ ചെയ്ത് ഞങ്ങൾ പതുക്കെ ഇറങ്ങാൻ ഉള്ള പുറപ്പാടൊക്കെ തുടങ്ങിട്ടോ. വൈകുന്നേരം അപ്പോൾ പറഞ്ഞു വന്നത്, അതായത് മോറൽ ഓഫ് ദ സ്റ്റോറീസ്, മിക്ക വീടുകളിലും ഇപ്പോൾ ഇതുപോലെ അച്ഛനമ്മമാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വിലപ്പെട്ട കുറച്ച് സമയം അവർക്കായിട്ട് സ്പെൻഡ് ചെയ്യണം. അതാണ് നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാം.